ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ ദിക്ർ ഹൽക്കയിൽ പങ്കെടുത്തത് കൊണ്ട് ഒരു മനുഷ്യന്റെ തൗഹീദ് പൂർണ്ണമാവൂല. ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇസ്ബാത്തിന്റെയും നഫിയുടെയും ഭാഗങ്ങൾ. സമ്പൂർണതയുടെ ഗുണങ്ങൾ മുഴുവനും അള്ളാഹുവിൽ സ്ഥിരപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തതിൽ നിന്ന് അതിനെ നിഷേധിക്കുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉലൂഹിയത്തിന്റെ ഇഅ്തിബാറാത്തുകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അള്ളാഹു അല്ലാത്ത ഒന്നിലും ഇല്ല. ഈ ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആകാശഭൂമിയേക്കാൾ കനം തൂങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലയെ നമുക്ക് മനസ്സിലാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ആകാശഭൂമി മുഴുവൻ മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലയ്ക്കായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലയുടെ ഈ ആശയമാണ്. സമ്പൂർണതയുടെ സർവ്വഗുണങ്ങളും അള്ളാഹുവിൽ മാത്രം സ്ഥാപിക്കുന്നു. അള്ളാഹു അല്ലാത്ത സർവ്വചരാചരങ്ങളിൽ നിന്നും അതിനെ നിഷേധിക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ തൗഹീദ് പൂർണ്ണമാകുന്നത്. ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ വക്താക്കൾക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് പറയുന്ന ഗുണങ്ങൾ അള്ളാഹുവിനെ സ്ഥാപിക്കുന്നതിന് അവർക്ക് കുഴപ്പമില്ല. അള്ളാഹു അല്ലാത്തതിൽ നിന്ന് നിഷേധിക്കേണ്ട രംഗം വരുമ്പോൾ അവരതിന് തയ്യാറാകുന്നില്ല. അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, ശഅനുഹു കുൻ ഫയകൂൻ. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ശഅൻ എന്താണ്? അതിനോട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി, ആ കാര്യം ഉണ്ടാകും. ഇത് അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിപ്പിക്കുക. ഇത് അള്ളാഹുവിന് മാത്രം സ്ഥാപിക്കുമ്പോഴേ നമ്മൾ മുവഹിദുകളാവുകയുള്ളൂ, നമ്മുടെ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. ഇത് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നമ്മൾ സ്ഥാപിച്ചാൽ നമ്മുടെ തൗഹീദ് പൊളിഞ്ഞു, നമ്മുടെ തൗഹീദിന് കോട്ടം സംഭവിച്ചു. അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി പറയുന്നു, എന്നുടെ ഏകലുടയോവൻ തന്റേകൽ ആകുന്ന ഞാൻ ചെൽകിൽ ആകും അതെന്നോവർ. ശഅനുഹു കുൻ ഫയകൂൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ശഅൻ മാത്രമല്ല, അബ്ദുൽ ഖാദിർ ജീലാനിയുടെയും കൂടെ ശഅനാണ്. അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി പഠിപ്പിക്കുന്ന എന്താ? എവിടെ നിന്ന് വിളിച്ചാലും വായു കൂടാതെ ഉത്തരം നൽകുന്നവനാണ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് മുഹീദ്ദീൻ മാലിയുടെ സമൂഹത്തിലൂടെ പഠിപ്പിക്കുക. അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ആ വിഷയം അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തതിൽ നമ്മൾ വകവെച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി നമ്മൾ പഠിക്കരുത്, അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിയരുത് എന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കാനുണ്ടായ കാരണം. അള്ളാഹുവിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്ന സമ്പൂർണതയുടെ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടി വരും. എങ്കിലേ നമ്മുടെ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. അള്ളാഹു അല്ലാത്തതിൽ നിന്ന് മുഴുവൻ സൃഷ്ടിചരാചരങ്ങളിൽ നിന്നും അതിനെ നിഷേധിക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ തൗഹീദ് പൂർണ്ണമാവുള്ളൂ. ഇങ്ങനെ തൗഹീദിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി പഠിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പഠിച്ചാൽ മതി എന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് നിന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കാനുണ്ടായ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ പറ്റി പഠിക്കാനുള്ള മാർഗം പരിശുദ്ധ ഖുർആനാണ്, അദ്ദിക്ർ. ആ പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിലൂടെ നാഥനായിരിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ സ്മരിക്കണം. എങ്കിലേ നമുക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുള്ളൂ.